ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന ബലേനോ ഡെൽറ്റ വേരിയന്റിന്റെ PDI ചെയ്യാനായിട്ടാണ്. നിങ്ങളാണെങ്കിലും ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്? ഒരു പുതിയ വാഹനം ഷോറൂമുകളുടെ യാർഡിൽ വരുമ്പോൾ അവിടെ PDI ചെയ്യാനായിട്ടുള്ള പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരെ എല്ലാ വാഹനവും PDI ചെയ്തതിന് ശേഷമായിരിക്കും ഡെലിവറിക്കായിട്ട് ഷോറൂമുകളിലേക്ക് വിടുക. നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം വാങ്ങുന്ന സമയത്ത് ഡെലിവറിക്ക് മുമ്പ് ആ വാഹനം കാണാനും ഒന്ന് ചെക്ക് ചെയ്യാനും അവസരം ലഭിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. PDI ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡേ ലൈറ്റിൽ വന്ന് PDI ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ വൈകുന്നേരങ്ങളിലോ നൈറ്റൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാഹനങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചോ സംഭവങ്ങളോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഡേ ലൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആക്സസറീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഈ ഫോഗ് ലാമ്പൊക്കെ ഇപ്പോൾ ആക്സസറീഡ് ചെയ്തിരിക്കുന്നതാണ്. ആക്സസറീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്സസറി ചെയ്തതിന് ശേഷം വന്ന് വാഹനം കാണാനായിട്ട് ശ്രമിക്കുക. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ആക്സസറീസ് എല്ലാം അവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇനി ചെയ്ത ആക്സസറീസിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ചെയ്ത ആക്സസറീസ് നിങ്ങൾ ഉദ്ദേശിച്ചതല്ല എങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും നമ്മളൊരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് ധൃതി പിടിക്കരുത്. ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു വാഹനം ബുക്ക് ചെയ്ത് ചിലപ്പോൾ 1 മാസം 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ ആക്സസറി വരാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം കൂടി അവർ ഷോറൂമിൽ നിന്ന് നിങ്ങളോട് ചോദിച്ചേക്കാം. അപ്പോൾ ആ സമയം കൂടി അവർക്ക് കൊടുത്ത് കറക്റ്റായിട്ട് നല്ല രീതിയിൽ വാഹനത്തിൽ ആക്സസറീസും മറ്റു സംഭവങ്ങളും ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് തരാനായിട്ട് അവരോട് പറയാം. നമ്മൾ ധൃതി പിടിച്ച് വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പല സമയത്തും അത് ഷോറൂമുകാർക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും അതുപോലെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഇനി നമ്മൾ എക്സ്റ്റീരിയറിൽ നോക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ വാഹനത്തിൻ്റെ ചുറ്റുപുറമൊന്ന് നടന്ന് നോക്കുക, എവിടെയെങ്കിലും സ്ക്രാച്ചോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടോയെന്ന്. എസ്പെഷ്യലി നമുക്ക് വരെ ഈ വശങ്ങളിൽ താഴെയൊക്കെ ആയിട്ടായിരിക്കും, കാര്യം യാർഡിലൊക്കെ കയറ്റുന്ന സമയത്ത് വല്ല കുറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉറയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ ചുറ്റുപുറം നടന്ന് വാഹനത്തിൽ പ്രത്യേകിച്ച് സ്ക്രാച്ചോ സംഭവങ്ങളൊന്നും ഇല്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുക. അത് നോക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ മുകളിൽ വശം കൂടി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം തുറന്നോ എഞ്ചിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടോയെന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ മേടിക്കുന്ന വാഹനത്തിന് 6 കൊല്ലത്തെ എക്സ്റ്റൻഡഡ് വാറൻറ്റി ഉൾപ്പെടെ 6 കൊല്ലത്തെ വാറൻറ്റി ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ പരമായിട്ടും എഞ്ചിൻ പരമായിട്ടും എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റ്ലി ഷോറൂമിൽ കൊണ്ടു കൊടുക്കാം. ഈ 6 കൊല്ലത്തേക്ക് അവർ ഫ്രീ ഓഫ് കോസ്റ്റിൽ അത് ചെയ്തു തരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബോഡിയുടെ വശങ്ങളിലെ സംഭവങ്ങളിലോ മിററിൻ്റെ സൈഡിലോ അവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ട് എങ്കിൽ അവരത് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സിക്യൂട്ടീവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ വാഹനത്തിൻ്റെ കറക്റ്റ് മാനുഫാക്ചറിങ് ഇയറും മന്തും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ആ ഇയറും മന്തും വെച്ച് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന ടയർ കാര്യങ്ങൾ ആ കറക്റ്റ് മന്തിലും ഇയറിലും ആണോ, കമ്പനി പറയുന്ന ടയറുകളാണോ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഒരു വീലിൻ്റെ മാനുഫാക്ചറിങ് മന്ത് ആൻഡ് ഇയറിലേക്ക് വന്നാൽ ഇത് 3824 ആണ് കിടക്കുന്നത്. അതായത് 2024 9-ാം മാസത്തിൽ 2-ാമത്തെ വീക്കിലാണ് ഈ ടയർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഈ വാഹനം മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഒക്ടോബർ എൻഡോട് കൂടിയാണ്. അപ്പോൾ ആ ടയർ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ബാക്കിലെ ടയർ നോക്കുകയാണെങ്കിൽ ഇതിൽ മാനുഫാക്ചറിങ് മന്ത് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് 3724, അതായത് ഒരാഴ്ച മുമ്പ് മാനുഫാക്ചർ. അത് 38 ആണെങ്കിൽ 3724 ആണ്. അത് കുഴപ്പമില്ല, അത് എല്ലാം കറക്റ്റായിട്ട് വരുന്നില്ല. ഒരാഴ്ച 2 ആഴ്ചയിലേക്ക് ഡിഫറൻസ് ചില കേസുകളിൽ കാണാറുണ്ട്. ഇനി ഈ വശത്തെ ഒരു ടയറിലേക്ക് വരികയാണെങ്കിൽ ഇത് കൊടുത്തിരിക്കുന്നത് സെയിം 3824 തന്നെയാണ് ഇത് വരുന്നത്. നമുക്ക് ഇവിടെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാലും ഇതും കൊടുത്തിരിക്കുന്നത് 3824 തന്നെയാണ്. 3824 തന്നെയാണ് ഇതും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടയർ വെച്ച് ബാക്കിയെല്ലാം കറക്റ്റായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് വാഹനത്തിന് 5 വീലാണല്ലോ വരുന്നത്. സ്റ്റെപ്പിനെയും കൂടി ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും 3824 സെയിം ടയർ, സെയിം അപ്പോളോൻ്റെ സെയിം ടയറുകൾ തന്നെയാണ് എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഡിക്കി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മളുടെ ട്രയാങ്കിൾ ഉണ്ടോ, അതേപോലെ നമ്മളുടെ ജാക്കി ലിവർ സംഭവങ്ങളുണ്ടോ എന്നും കൂടി വെരിഫൈ ചെയ്യാനായിട്ട് നോക്കുക. ഇതാണ് നമുക്ക് എക്സ്റ്റീരിയറിൽ നിന്ന് ബേസിക്കലി ചെക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എൻജിൻ റൂം ഒന്ന് തുറന്ന് എൻജിൻ റൂമും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം. എൻജിൻ റൂം നോക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഈ വാഹനത്തിൻ്റെ ഈ ഒരു ബാറ്ററിയുടെ മുകളിൽ റെസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ബാറ്ററിയുടെ ആംബിയർ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ആ ഒരു ബ്രൗഷറിലും ഇത് തന്നെയാണോ കൊടുത്തിരിക്കുന്നതെന്ന് കറക്റ്റായിട്ടൊന്ന് വെരിഫൈ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് ഈ ഫ്ലൂയിഡൊക്കെ കറക്റ്റായിട്ട് ഫില്ലല്ലേ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ താഴെ ഈ കൊടുത്തിരിക്കുന്ന ആ ഒരു അണ്ടർ കവറിങ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലേ. വേറെ ലീക്ക് സംഭവങ്ങളൊന്നും എന്തായാലും പുതിയ വാഹനങ്ങളായിട്ട് ഉണ്ടാവില്ല. ഇവിടെ എല്ലാം PDI ചെയ്തതിൻ്റെ
ഒരു ലൈൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് അവർ PDA ചെയ്യുന്ന ഓരോ പോർഷനും വാഹനത്തിൻ്റെ അവർ യാർഡിൽ വരുമ്പോൾ PDA ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്താണ് ആ ഒരു ലൈൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം പ്രോപ്പർലി ചെക്ക്ഡ് ആണ് എന്ന് മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ ഈ ഒരു സംഭവം ചില കേസുകളിൽ ഇങ്ങനെ ക്ലിപ്പുകളൊക്കെ വിട്ടിരിക്കുന്നത് കാണാറുണ്ട്. അത് അവർ ആ വാഹനത്തിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന ഇതാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് കറക്റ്റ് അല്ലേ എന്ന് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി വാഹനത്തിൻ്റെ അകത്ത് കയറിയാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ചാവിയിട്ട് വാഹനം ഓൺ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണിക്സ് എല്ലാം കറക്റ്റായിട്ട് ആ ഒരു ടൈമിനുള്ളിൽ തന്നെ ഫംഗ്ഷൻ ആവുന്നില്ലെന്ന് നോക്കുക. അതിനുശേഷം വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. മീറ്റർ കൺസോളിൽ നോക്കുന്ന സമയത്ത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്ന് നമ്മൾ കറക്റ്റായിട്ട് മേക്ക് ഷുവർ ചെയ്യുക. സാധാരണ രീതിയിലൊരു വാഹനം 50 കിലോമീറ്റർ താഴെ ആയിരിക്കണം ഓടേണ്ടത്. കാര്യം യാർഡ് ടു യാർഡ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ യാർഡിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കുമ്പോഴൊക്കെ 50 കിലോമീറ്റർ വരെ വരാം. 50-നും 100-നും ഇടയ്ക്ക് അതിൽ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവിനോട് ചോദിച്ചുക എന്തുകൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. അവർ പറയുന്ന റീസൺ നിങ്ങൾക്ക് ജസ്റ്റിഫൈ ആണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനമായിട്ട് മുമ്പോട്ട് പോകാം. അതായത് ഇപ്പോൾ എൻ്റെ വാഹനം ഞാൻ ബ്രസ് എടുത്ത സമയത്ത് അത് 220 കിലോമീറ്റർ അടുത്ത് ഓടിയിരുന്നു. അപ്പോൾ എന്നോട് അവർ നേരത്തെ പറഞ്ഞിരുന്നു വാഹനം തിരുവനന്തപുരം യാർഡിൽ അവിടുന്ന് ഇവിടം വരെ ഓടിച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ കിലോമീറ്റർ എന്താണെങ്കിലും അതിനകത്ത് ഉണ്ടാകും എന്ന് അവർ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊരു വാലിഡ് റീസൺ ആണ്. എന്നോട് പറഞ്ഞതിന് ശേഷമാണ് അവർ അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കിലോമീറ്റർ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇനി ഈ വാഹനത്തിൻ്റെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ വാഹനം ഇപ്പോൾ ഓഫാണ്. ഇത് AMT വേരിയൻ്റ് ആണ്, ഡെൽറ്റ AMT ആണ്. നമ്മൾ ആ വാഹനം ബ്രേക്ക് അപ്ലൈ ചെയ്ത് വാഹനം ഫസ്റ്റ് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ മ്യൂസിക് സിസ്റ്റം ഒക്കെ കറക്റ്റ് ആ ടൈമിൽ തന്നെ ഫംഗ്ഷനായി വരുന്നില്ലേ എന്ന കാര്യങ്ങൾ നോക്കുക. ഇതിപ്പോൾ AC ഓൺ ആയിരുന്നു, അതിൻ്റെ AC ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കിലോമീറ്റർ നോക്കുക. ഇത് ഓടിയിരിക്കുന്നത് വെറും 26 കിലോമീറ്റർ ആണ്. അത് ഒരു നോർമൽ കിലോമീറ്റർ ആണ്. യാർഡ് ടു യാർഡ് മൂവ് ചെയ്യുന്ന സമയത്തെല്ലാം ഓടാൻ പറ്റുന്ന ഒരു കിലോമീറ്റർ ആണ്. വാഹനം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ബ്രേക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ വാഹനം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ വാഹനം ഓൺ ആവുന്നുണ്ട്. അതിൻ്റെ നമ്മളുടെ RPM മീറ്റർ ഒക്കെ കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് 1000 RPM താഴെ കാണിക്കുന്നുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു നീഡിൽ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. AC ഇട്ട് നോക്കുക. ഇതിപ്പോൾ AC ഓൺ ആണ്. AC എല്ലാ ഫുൾ ഫാൻ സ്പീഡിൽ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്ത് നോക്കുക. ബ്ലോവറൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. എല്ലാ ബ്ലോവറും വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിലേക്ക് AC വെൻസ് വരുന്നില്ല. ഈ 4 ബ്ലോവറാണല്ലോ, അത് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് തന്നെ അത് ഏറ്റവും താഴ്ത്തി വെച്ച് വെക്കുക. പിന്നെ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ബ്ലോവർ ഒന്ന് ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിനകത്ത് എന്തെങ്കിലും അതിൻ്റെ ക്ലിപ്പ് വിട്ട് കിടക്കുന്നുണ്ടോ എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 4 സൈഡിലെയും ഇതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ എന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് മൾട്ടിമീഡിയ കൺട്രോൾസ് വരുന്നുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്യുക. നമ്മൾ മോഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മോഡ് ചേഞ്ച് ആവുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇവിടെ കോള് കട്ട് ചെയ്യാനോ അതൊക്കെ ഓപ്ഷൻ ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിറർ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇത് ഫോൾഡ് ആവുന്നില്ലെന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അത് കറക്റ്റായിട്ട് ഫോൾഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൺട്രോളുകൾ ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്ക് ആ വശത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ കൺട്രോളുകൾ ഫംഗ്ഷൻ ചെയ്യുന്നത് അതോ അതെല്ലാം ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്ന് നോക്കുക. പവർ വിൻഡോസ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. വാഹനം ഓൺ ചെയ്ത ശേഷം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലെ എല്ലാ ലൈറ്റുകളും ഓഫ് ആയിട്ടുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഹാൻഡ് ബ്രേക്ക് ആണ്. പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നു, ലോ ഫ്യൂവലിൻ്റെ ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നു. മറ്റെല്ലാ ഇൻഡിക്കേഷനും ABS ഉൾപ്പെടെ എല്ലാം ഓഫ് ആയിട്ടുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഫംഗ്ഷൻ ചെയ്ത് നോക്കുന്ന സമയത്ത് അത് ഇതിനകത്ത് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ വശത്ത് ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ആ വാഹനത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വൈപ്പർ വേണമെങ്കിൽ ഒന്ന് ഫംഗ്ഷൻ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനകത്ത് വെള്ളമൊക്കെ ഒന്നുണ്ട് എന്നത് മേക്ക് ഷുവർ ചെയ്യുക. നെക്സ്റ്റ് നോക്കേണ്ടത് ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ ആണ്. ഇതിനകത്ത് നോക്കാനുള്ളത് ഇതിപ്പോൾ ഒരു ഡെൽറ്റ വേരിയന്റ് ആയിട്ട് ബേസിക് ആയിട്ടുള്ള ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ വിത്ത് 4 സ്പീക്കറാണ് വരുന്നത്. അത് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ലേ എന്ന് നോക്കുക. അത്യാവശ്യം സൗണ്ട് കൂട്ടുന്ന സമയത്തും നമുക്ക് സ്പീക്കറിൽ നിന്ന് വേറെ പ്രത്യേകിച്ച് നോയ്സ് ഒന്നും കേൾക്കുന്നില്ല എന്നുകൂടി മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ നമ്മളുടെ IRVMs നോക്കുക. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ ഫംഗ്ഷൻ അല്ലേ നോക്കുക. അവിടെ മിറേഴ്സ് ഉണ്ട്, പക്ഷേ ലൈറ്റ് കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത് ചെക്ക് ചെയ്യാനില്ല. പിന്നെ ഈ വശത്തെ പവർ വിൻഡോന്റെ കൺട്രോളുകൾ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഗ്ലോ ബോക്സിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. വണ്ടിയുടെ വെഹിക്കിൾ ഇൻഫർമേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇത് ഈ വാഹനത്തിന്റെ സീറ്റ് കവർ ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഹെഡ് റെസ്റ്റിനും ആ ഒരു അടിപൊളി സീറ്റ് കവർ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വാഹനത്തിന്റെ ഇന്റീരിയറിനോട് മാച്ച് ആയിട്ടുള്ള സീറ്റ് കവറാണ് നമ്മൾ പറഞ്ഞത്. അത് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു 3D മാറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്ത് റെയിൻ ഗാർഡ് പറഞ്ഞിട്ടുണ്ട്. രണ്ടും
എത്തിയിട്ടില്ല. അത് എത്തി അതും കൂടി ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഈ വാഹനം ഡെലിവറി എടുക്കുക. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ അകത്തുനിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ബേസിക്കലി ഇതിൻ്റെ ഇലക്ട്രോണിക്സ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്ന് നോക്കുക. ഇപ്പോൾ ഇതിൽ റിവേഴ്സ് ക്യാമറ ആക്സസറീഡ് ചെയ്തിട്ടുണ്ട്. ആ റിവേഴ്സ് ഇടുന്ന സമയത്ത് ക്യാമറ കറക്റ്റായിട്ടല്ലേ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നും കൂടി മേക്ക് ഷുവർ ചെയ്യുക. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ ഫുൾ സ്ക്രീനിൽ തന്നെ ക്യാമറ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് നമ്മളുടെ സെൻട്രൽ സ്ക്രീനിൽ അറിയാനായിട്ട് പറ്റും. അതിൻ്റെ പാർക്കിംഗ് സെൻസേഴ്സും 4 സൈഡിലും കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നും കൂടി നിങ്ങൾക്ക് മേക്ക് ഷുവർ ചെയ്യാവുന്നതാണ്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ വാഹനത്തിൻ്റെ അകത്തു നിന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ പുറത്തിറങ്ങി നിന്നിട്ട് നമ്മുടെ കൂടെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആളോട് വാഹനത്തിൻ്റെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ഫംഗ്ഷൻ ചെയ്ത് കാണിക്കാനായിട്ട് പറയുക. അത് നമുക്ക് നോക്കാം. ഫോഗ് ലൈറ്റ് നമ്മൾ ആക്സസറൈഡ് ചെയ്താണ് LED ഫോഗ് ലൈറ്റ്. അത് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഹെഡ് ലൈറ്റ് ഹൈ ബീമും ലോ ബീമും വരുന്നതാണ്. അതും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, അതും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പാർക്ക് ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഫോഗ് ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്തിന് നമ്മൾ പാർക്ക് ലൈറ്റും ഫംഗ്ഷൻ ചെയ്യും. അതും നിങ്ങൾക്ക് കാണാം. പിന്നെ ഇൻഡിക്കേറ്റർ ഒന്നിട്ടേ. ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. നമുക്ക് ഇവിടെ നമ്മുടെ മിററിലും ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതും കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു. ഇനി ബാക്ക് വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലും ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. ഇത് നമ്മളുടെ ഫ്രണ്ടിലെ പാർക്ക് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ 3 ജുവൽ ടൈപ്പിലുള്ള ഇത് ഫംഗ്ഷൻ ചെയ്യും. ഇത് നമ്മുടെ സ്റ്റോപ്പ് ലൈറ്റ്, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ റിവേഴ്സ് ഇട്ടിരിക്കുന്നതാണ്. റിവേഴ്സിലെ ലൈറ്റും ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അപ്പുറത്തെ ഇൻഡിക്കേറ്റർ ഇട്ടേ. ഇത് അടുത്തൊരു ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്നതാണ്. അതും നമുക്ക് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. 2 വശത്തും തന്നെ റിവേഴ്സ് ലൈറ്റ് വരുന്നുണ്ട്. അതും രണ്ടും കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ പല കാറുകളിലും ഒരു റിവേഴ്സ് ലൈറ്റാണ് വരുന്നത്. ഇതിനകത്തും ഈ നമ്മളുടെ ക്യാമറയ്ക്ക് അകത്തും ചെറിയ ലൈറ്റ് ഉണ്ട്. അതും നമ്മൾ റിവേഴ്സ് ഇടുന്ന സമയത്ത് ഫംഗ്ഷൻ ചെയ്യും. ആ രാത്രിയാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിസിബിൾ ആവും. വളരെ സിമ്പിളായിട്ട് ഒരു പുതിയ വാഹനം നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ PDI ചെയ്യാം എന്ന് മനസ്സിലായി കാണും. പുതിയ വാഹനം വാങ്ങുന്ന എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏത് മാനുഫാക്ചേഴ്സിൻ്റെ ഏത് വാഹനമാണെങ്കിലും നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഷോറൂമിലോ യാർഡിലോ പോയി ആ വാഹനം ഒന്ന് നോക്കുക. നിങ്ങളുടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ കറക്റ്റ് മന്ത് കാര്യങ്ങൾ അവർ എടുത്തു തരും. ഇയർ എന്താണെങ്കിൽ ആ ഒരു ഇയർ തന്നെ ആയിരിക്കുമല്ലോ. അതിൽ തന്നെയാണ് ടയർ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിലെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്യാം. എൻജിൻ അതല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ കാര്യങ്ങളെല്ലാം അവർ ഷോറൂമിൽ നിന്നും അതുപോലെ യാർഡിൽ നിന്നും വണ്ടി മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്നും അവർ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഈ വാഹനത്തിന് 5 കൊല്ലത്തെ വാറണ്ടി അല്ലെങ്കിൽ 6 കൊല്ലത്തെ എക്സ്റ്റൻഡ് വാറണ്ടി ഉൾപ്പെടെ 6 കൊല്ലത്തെ വാറണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കൺസേൺസ് വന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഷോറൂമിൽ കൊടുത്താൽ അവരത് ഫ്രീ ഓഫ് കോസ്റ്റിന് ഫിക്സ് ചെയ്ത് തരും. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വലിയ കാര്യമായിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു പുതിയ വാഹനം വാങ്ങുമ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ മിനിമം ചെക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ബലേനോ ഡെൽറ്റ എടുത്തിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനാണ്. ആള് ആദ്യമായിട്ട് എടുക്കുന്ന ഒരു കാറാണ്. ആൾക്ക് മാരുതി സുസുക്കി മതി എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഷോറൂമിൽ വന്ന് ആളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വാഹനങ്ങൾ നോക്കുന്നതും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സെലേറിയോയിലാണ്. സെലേറിയോ നോക്കി, നമ്മുടെ വാഗണാർ നോക്കി, ഇഗ്നിസ് നോക്കി, ഫൈനലി നമ്മൾ ബലേനോ നോക്കി. ആളുടെ ബഡ്ജറ്റിനനുസരിച്ച് ആൾക്ക് ഈ വാഹനം ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനലി നമ്മൾ ബലേനോ ഫിക്സ് ചെയ്യാണ് ചെയ്തത്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഓഫറിലാണ് ഈ വാഹനം ലഭിച്ചത്. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. എത്ര ഓഫർ കിട്ടി, എന്തുകൊണ്ട് ബലേനോ ഡെൽറ്റ എടുത്തു, അങ്ങനെ എല്ലാ ഇൻഫർമേഷനും ആ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.